ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശാൽ ശ്രുതിമോളുടെ അടുത്ത് നിന്നും കുറച്ച് മാറി നിന്ന് ഫോണിലൂടെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഗ്യാപ്പിൽ തങ്കച്ചി പറഞ്ഞു വിട്ട ഗുണ്ടകൾ ശ്രുതിമോളെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്. അങ്ങനെ അവർ ശ്രുതിമോളെ വായ പൊത്തിയ ശേഷം അവിടെ നിന്നും അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിമോള് ഉതറുകയാണ്. അങ്ങനെ ശ്രുതിമോള് കാല് വെച്ച് രണ്ട് ഗുണ്ടകളിലെ ഒരാളെ അങ്ങ് ചവിട്ടി വീഴ്ത്തുകയാണ് കേട്ടോ. അതോടുകൂടി അയാൾ അങ്ങ് കത്തിയെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കും വീണ്ടും വിശാലങ്കിളെ എന്ന് പറഞ്ഞ് ശ്രുതിമോൾ അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെ വിശാൽ ഫോൺ വെച്ച ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതിമോളെ കാണാതാവുമ്പോൾ പെട്ടെന്ന് വിശാലങ്ങും പരിഭ്രമിക്കുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ ശ്രുതിമോളെ എന്ന് പറഞ്ഞ് വിളിച്ച് തിരയുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം ദൂരം ഈ ഗുണ്ടകൾ ശ്രുതിമോളുമായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ശ്രുതിമോളുടെ നിലവിളിയൊന്നും വിശാൽ കേൾക്കുന്നില്ല. അങ്ങനെ ഈ ഗുണ്ടകൾ കത്തിയെടുത്തുകൊണ്ട് ശ്രുതിമോള് വല്ലാതെ കൊതറുകയാണെന്ന് കാണുമ്പോൾ കത്തിയെടുത്ത് ശ്രുതിമോളെ വയറ്റിൽ കുത്തി അവർ കൊല്ലാനുള്ള പരിപാടിയാണ്. അങ്ങനെ കത്തിയെടുത്തതോടുകൂടി ശ്രുതിമോളുടെ വയറ്റിലേക്ക് കുത്താൻ ഒരുങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് ദേവിക വരികയാണ്. അങ്ങനെ ദേവിക ആ ഗുണ്ടയുടെ തലയ്ക്ക് ഒരു വടി വെച്ച് അങ്ങ് അടിക്കുകയാണ്. അതോടുകൂടി ഗുണ്ടയുടെ കയ്യിലുള്ള ആ കത്തി അങ്ങ് താഴേക്ക് വീഴുകയാണ്. എന്നിട്ട് ദേവിക ശ്രുതിമോളെ മറ്റേ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് ദേവികയുടെ ഒപ്പമുള്ള കൂട്ടുകാരെയും കൂടി ശ്രുതിമോളെ ആ രണ്ട് ഗുണ്ടയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. പെട്ടെന്നാണ് അതിലെ ഒരു ഗുണ്ട ശ്രുതിമോളെ പിടിക്കുകയും ദേവികയെ മറ്റേ ഗുണ്ട കഴുത്തിന് പിടിച്ച് അമർത്തുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ശ്വാസം കിട്ടാതെ ദേവിക കിടന്ന് പെടയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് വിശാൽ എത്തുകയാണ്. വിശാൽ ഇവരെ ഉപദ്രവിക്കുന്നത് കണ്ടോണ്ട് വിശാൽ അവിടെ വരികയാണ് കേട്ടോ. എന്നിട്ട് വിശാൽ അലറിങ്ങോണ്ട് എന്ന് വിളിച്ചുകൊണ്ട് ദേവികയെ ഉപദ്രവിക്കുന്ന ഗുണ്ടയെ ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിമോളെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ദേവികയോടൊപ്പമുള്ള കൂട്ടുകാരി വിടടാ, കുഞ്ഞിനെ വിടടാ എന്ന് പറഞ്ഞ് ശ്രുതിമോളെ ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വിശാല് വന്ന് രണ്ട് ഗുണ്ടകൾക്കും കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരു ഗുണ്ടയെ പോലും പിടിച്ചു നിർത്താൻ വിശാലിന് കഴിയുന്നില്ല. അങ്ങനെ വിശാല് ശ്രുതിമോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ദേവികയോടും ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, എനിക്ക് കുഴപ്പമില്ല അങ്കിൾ എന്ന് പറയട്ടോ. അങ്ങനെ വിശാൽ ദേവികയോട് ചോദിക്കുകയാണ്, അല്ല ദേവിക എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഓഫീസ് കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നതാണ്. അപ്പോഴാണ് ശ്രുതിമോളെ ഈ രണ്ട് ഗുണ്ടകൾ കൂടി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ കണ്ട്. അവർ കത്തിയെടുത്ത് ശ്രുതിമോളെ ഇല്ലാതാക്കാനായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ വിശാൽ പറയണേ, അതിലേതെങ്കിലും ഒരു ഗുണ്ടയെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനെക്കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചനെ. ആരാണ് ഇവിടേക്ക് ശ്രുതിമോളെ ഇല്ലാതാക്കാൻ പറഞ്ഞു വിട്ടതെന്ന് അവരെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചേ. പക്ഷെ അവരെ കിട്ടിയില്ലല്ലോ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ദേവിക എന്ന് പറയുമ്പോൾ വിശാലിനോട് ശ്രുതിമോൾ ചോദിക്കുകയാണ്, അപ്പോൾ എന്നെ രക്ഷിച്ചത് ദേവിക ആൻറ്റി ആണല്ലേ എന്ന് പറയട്ടെ. അപ്പോൾ അതെ. അപ്പോൾ ദേവികയോട് നന്ദി പറയുകയാണ് ശ്രുതിമോൾ. ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ദേവിക പോകാൻ ഒരുങ്ങുമ്പോൾ ദേവികയുടെ അടുത്തേക്ക് ശ്രുതിമോൾ ഓടിച്ചെന്ന് നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയണേ, എന്തിനാണ് മോൾ എന്നോട് നന്ദി പറയുന്നത്? ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ വിശാൽ പറയണേ, ദൈവത്തിൻ്റെ രൂപത്തിൽ ദേവികയാണ് ഇപ്പോൾ ശ്രുതിമോളെ രക്ഷിക്കാൻ വന്നത്. അതുകൊണ്ട് നന്ദി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ദേവിക ചെയ്ത ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. എൻ്റെ ഹൃദയത്തിൽ ഞാനിത് സൂക്ഷിച്ചു വയ്ക്കും. ദേവികയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്ത് സഹായവും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തു തന്നിരിക്കും. ഇത് എൻ്റെ മരണം വരെയും ദേവിക ചെയ്ത ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിശാലും ദേവികയോട് നന്ദി പറയട്ടോ. അങ്ങനെ ദേവിക പോകുന്ന സമയത്ത് ശ്രുതിമോളോട് പറയുകയാണ്, മോള് നന്നായിട്ട് പഠിക്കണം, അച്ഛനെ പോലെ ഒരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് വിശാലിനെ ദേവിക ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ദേവിക അവിടെ അത് പിന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിശാൽ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ഇത് തന്നെയാണ് ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ പോകുന്ന സമയത്ത് വീണ്ടും അവരുടെ ഉപദ്രവം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ വിശാൽ അങ്ങനെ വല്ലതും അവർ വന്നാൽ അവരെ ഞാൻ തല്ലിക്കൊല്ലുന്ന കൊക്കയിലേക്ക്. വിശാൽ വീണ്ടും ദേവികയോട് നന്ദി പറഞ്ഞു പോവുകയാണ്. ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്തെങ്കിലും സാഹചര്യത്തിൽ ദേവികയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ സഹായിച്ചിരിക്കും എന്ന് പറഞ്ഞാണ് വിശാൽ പോകുന്നത്. അങ്ങനെ ദേവികയും കൂട്ടുകാരിൽ നിന്നും പോവാണ്. പിന്നീട് ശ്രുതിമോളെ കൊണ്ട് നിരഞ്ജൻ ഫോൺ വിളിച്ചു കൊടുക്കുകയാണ് വിശാൽ. എന്നിട്ട് ശ്രുതിമോളോട് പറയണേ, ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ അച്ഛനെ അറിയിക്കേണ്ട എന്ന് പറയട്ടെ. അങ്ങനെ ശ്രുതിമോൾ നിരഞ്ജനോട് ട്രിപ്പിനെ കുറിച്ച് സന്തോഷമായിട്ട് പറയുകയാണ്, അടിച്ചു പൊളിക്കുകയാണെന്നൊക്കെ പറയണേ. അങ്ങനെ ട്രിപ്പ് നന്നായിട്ട് തന്നെ അങ്കിളിനോടൊപ്പം ആസ്വദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ നേരെ ഫോൺ വിശാലിന് കൊടുക്കാണ്ട്. അങ്ങനെ വിശാലും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ വിശാൽ പറയണേ, ഞാനിപ്പോൾ പറയുന്നത് കേട്ടിട്ട്
കേട്ട് ടെൻഷനാവൊന്നും വേണ്ട. ഞാൻ പറയണോ വേണ്ടയോ എന്ന് കുറേ ആലോചിച്ചു. പക്ഷേ പറയാതിരുന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നിരഞ്ജൻ അങ്ങ് പരിഭ്രമിക്കുകയാണ്. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമായേനെ, പക്ഷേ കൃത്യസമയത്ത് തന്നെ ദേവിക എത്തിയത് കൊണ്ടാണ് ശ്രുതിമോൾക്ക് ഒരു ആപത്തും കൂടാതെ ശ്രുതിമോളെ കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശാൽ കാര്യങ്ങളൊക്കെ പറയണേ. ശ്രുതിമോളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടന്നു എന്ന് പറഞ്ഞതോടുകൂടി നിരഞ്ജൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നൊന്നും മനസ്സിലായില്ല. എനിക്ക് അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനിയാണ് ആരാണ് അതിൻ്റെ പിറകിലെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ ഇക്കാര്യം നിരഞ്ജൻ അക്ഷരയോട് പറയണ്. അതോടുകൂടി അക്ഷര നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഒപ്പം സ്വാമിയും ഉണ്ട്. അവരുടെ ഈ സംസാരം കേട്ട് കാഞ്ചനയും വരും കേട്ടോ. അപ്പോൾ അക്ഷര പറയണേ, എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടി ആരാണ് ഗുണ്ടകളെ അയച്ചത്, എനിക്കത് അറിയണം. അത് കേട്ടപ്പോൾ ജയശങ്കർ പറയും, ഇതുകൊണ്ടല്ലേ ഞാൻ ടൂറിനൊന്നും പറഞ്ഞു വിടണ്ട എന്ന് പറഞ്ഞത്. അത് ശരി, എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഗുണ്ടകളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന സ്വാമി തന്നെയായിരിക്കും. സ്വാമിയോടല്ലേ അച്ഛൻ എല്ലാ കാര്യവും പറഞ്ഞത്, അല്ലാതെ ശ്രുതി മോളും വിശാലും കൂടി ടൂറിന് പോകുന്നത് ആർക്കും അറിയില്ല. അച്ഛനാണ് സ്വാമിയോട് പറഞ്ഞത്. ഇയാൾക്കറിയാം ആരാണ് എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതെന്ന്. ആ തങ്കച്ചി തന്നെയായിരിക്കും, അല്ലാതെ ഒരിക്കലുമല്ല. അപ്പോൾ സ്വാമി അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയണം, അയ്യോ ഞാൻ ശ്രുതിമോളുമായി വിശാൽ പോയത് ഞാൻ തങ്കച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ മേഡം എന്നെ തെറ്റിദ്ധരിക്കരുത്. അക്ഷര ദേഷ്യം പിടിച്ച് പറയണേ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനെയും പച്ചക്ക് കത്തിച്ചേനെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ എൻ്റെ മുന്നിൽ കള്ളം പറയാനൊന്നും നിൽക്കണ്ട. അച്ഛനെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയും, പക്ഷേ എന്നെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. തങ്കച്ചിയുടെ ഗുണ്ടകൾ തന്നെയാണ് എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അത് തങ്കച്ചി അറിയണമെങ്കിൽ അത് സ്വാമി നിങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അല്ലാതെ നിങ്ങൾ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാണ്. അപ്പോൾ ജയശങ്കർ പറയണേ, നീ വെറുതെ എന്തിനാണ് സ്വാമിയെ ദേഷ്യപ്പെടുന്നത്? സ്വാമിയൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ പിറകിൽ ആ വിശാല് തന്നെയായിരിക്കും. വിശാലോ? എന്തിന് വിശാൽ അങ്ങനെ ചെയ്യണം? അവന് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടണ്ട എന്ന് കരുതിയിട്ട് തന്നെ. കേട്ടപ്പോൾ കാഞ്ചനക്ക് ദേഷ്യം പിടിക്കുകയാണ്. എൻ്റെ മോനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട, എൻ്റെ മോനെ ശ്രുതിമോൾ എന്ന് വെച്ച ജീവനാണ്. അപ്പോൾ അക്ഷര പറയണേ, എനിക്ക് സംശയം ഈ നിൽക്കുന്ന സ്വാമിയെ തന്നെയാണ്. തങ്കച്ചിയും സ്വാമിയും അറിയാതെ ഒരിക്കലും ശ്രുതിമോളെ ഇല്ലാതാക്കാൻ ഗുണ്ടകൾ അവിടെ ചെല്ലില്ല. ഇനി മേലിൽ എൻ്റെ മോളുടെ കാര്യത്തിൽ ആരും തലയിടണ്ട, എനിക്കറിയാം എൻ്റെ മോളെ സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് അക്ഷര പോകുന്നത്. അപ്പോൾ ജയശങ്കർ സ്വാമിയോട് ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ പിറകിൽ സ്വാമി നീയാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് എന്തിനൊക്കെ ചെയ്തിട്ട് കാര്യം, ഈ വീട്ടിൽ ഒരു സങ്കടം വരുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാറേ എന്ന് പറഞ്ഞ് സ്വാമി ജയശങ്കറിൻ്റെ മുന്നിൽ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ജയശങ്കർ പറയണ, അല്ല ഇനിയിപ്പോൾ തങ്കച്ചി തന്നെ ആയിരിക്കുമോ? അപ്പോൾ സ്വാമി പറയണ, ഇല്ല, അവർ കുഞ്ഞുങ്ങളെ ഒന്നും ഉപദ്രവിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല, ഇത് മറ്റോ ആരോ ആണ്. അല്ലായിരുന്നെങ്കിൽ തങ്കച്ചിക്ക് ഇതിപ്പോൾ ആദ്യമേ ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ആരായിരിക്കും? ആരാണെങ്കിലും അവരൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ ജയശങ്കർ പറയണം. പിന്നീട് പ്രഭാവതി ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിൻ്റെ ചെരുപ്പ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഏത് ചെരുപ്പ്? അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയില്ലേ ആ ചെരുപ്പ്, നീ എന്തിനാടാ അത് മുറിച്ച് കളഞ്ഞത്? എന്തിനാടാ മഹാഭാവി നീ ഇങ്ങനെയൊക്കെ നുണ പറയുന്നത്? നിൻ്റെ കള്ളത്തരം കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്, നിൻ്റെ ഓരോ പ്രവൃത്തിയിലുമുള്ള കള്ളത്തരം. അത് കേട്ടപ്പോൾ ശരത്തങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അല്ല എൻ്റെ ചെരുപ്പ് അങ്ങനെ പലതും ചെയ്യും, നിങ്ങൾ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത്? നിങ്ങൾ മര്യാദയ്ക്ക് ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കാണ് നല്ലത്. നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതല്ലേ, ഞാൻ അമ്മയാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. അപ്പോൾ പ്രഭാവതി പറയാൻ, നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, നീ എന്നെ അന്ന് കൊന്നുകളയുമെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എങ്കിൽ നീ ഒരു കാര്യം ഓർത്തോ, നിവൃത്തിയില്ലെങ്കിൽ ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ശരത്ത് എല്ലാ സത്യവും എല്ലാവരോടും പറയും എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് എന്ന് ശരത്തിന് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ ശരത്ത് പറയണേ, നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതല്ലേ? ആടാ, എനിക്ക് നിൻ്റെ സ്വഭാവം ശരിക്കറിയാം. നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നീ എന്നെ അങ്ങ് കൊന്നുകളയുമെന്നല്ലേ? എനിക്ക് ഒരു പേടിയുമില്ല, നീ തന്നെയാണ് എൻ്റെ കാലൻ എന്നുള്ളത് എനിക്കറിയാം. നീ എന്നെ കൊല്ലുന്നതിൻ്റെ മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്തിരിക്കും എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി വരുന്നത്. എന്താ ഇവിടെ അമ്മയും മോനും കൂടി സംസാരിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് ശരത്ത് പറയണ, മുത്തശ്ശി അമ്മ പറയുന്നത് നമുക്ക് ഇവിടെ നിന്നും പോവാം, നിത്യയുടെ ഓർമ്മയിലുള്ള ഈ വീട്ടിൽ ഇനി താമസിക്കേണ്ട എന്നൊക്കെയാണ്. പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ നിന്ന് പൊയ്ക്കോ, പക്ഷെ ഞാൻ ഒരിക്കലും ഈ വീട് വിട്ട് വരില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, പ്രഭാവതി ഒരിക്കലും ഇവിടെ നിന്ന് പോവരുത്, ഇവിടെ പാർവതി കൂടി ഇല്ലാത്തതാണ്, എന്നെ തനിച്ചാക്കി നിങ്ങൾ ഇവിടെ നിന്ന് പോവരുത്, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറയട്ടെ. അപ്പോൾ പെട്ടെന്ന് ശരത്തിൻ്റെ ആ കള്ളം പറയുന്നത് കേട്ട് പ്രഭാവതി തന്നെ അതിശയിച്ചു നിൽക്കുകയാണ്. ഇവരെ പോലെ പാവങ്ങളെയൊക്കെ ഇവന് ഈസി ആയിട്ട് പറ്റിക്കാം, പക്ഷേ ഇവൻ്റെ ഈ കള്ളത്തരം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ
പ്രഭാവതി ശരത്തിനെ നോക്കി നിൽക്കുന്നത്. മുത്തശ്ശി പറയണേ, നിങ്ങൾ ഇവിടെ നിന്നും ഒരിക്കലും പോവരുത്. എൻ്റെ കണ്ണടക്കുന്ന സമയത്ത് എനിക്ക് ഇവൻ്റെ മുഖം കണ്ടു വേണം എനിക്ക് കണ്ണടക്കാൻ. അപ്പോൾ ശരത്ത് അഭിനയിച്ചുകൊണ്ട് പറയണേ, ഇല്ല മുത്തശ്ശി, മുത്തശ്ശിയെ തനിച്ചാക്കി ഞാൻ ഒരിക്കലും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മുത്തശ്ശിയെയും കൊണ്ട് ശരത്ത് അവിടെ നിന്ന് പോവാട്ടോ. പ്രഭാവതി തന്നെ ശരത്തിൻ്റെ ആ കള്ളം പറച്ചിലൊക്കെ കേട്ട് അതിശയിച്ച് നിൽക്കുകയാണ്. പിന്നീട് ദേവികയുടെ അടുത്തേക്ക് പ്രിയ ചെല്ലാണ്. അതും ശരത്തിൻ്റെ കഷ്ണങ്ങളാക്കിയ ചെരുപ്പുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ദേവിക പ്രിയോട് ചോദിക്കുകയാണ്, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇത് ആ ശരത്തിൻ്റെ ചെരുപ്പാണ്. അതെന്താ ഇങ്ങനെ മുറിച്ചിരിക്കുന്നത്? അത് അവൻ തന്നെയാണ് ചെയ്തത്. അവനൊന്നും ചെയ്യില്ല, അവൻ്റെ ചെരുപ്പല്ലേ, അവനുണ്ട് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രിയ പറയണേ, അവൻ തന്നെയാണ് ചെയ്തത്, ഞാനതൊക്കെ കണ്ടതാണ്. എന്തിനാണ് അവൻ ഇത് ചെയ്തത് അതറിയില്ല, എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ചെരുപ്പ് അവൻ മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം, എങ്കിലാണ് ഇത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രിയ പറയണം, അതിന് അവനുണ്ട് സത്യം പറയുന്നു, അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം, അവനെ ഒന്ന് പ്രകോപിപ്പിക്കണം, അപ്പോൾ അവൻ തന്നെ എല്ലാ സത്യവും പറയും. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ദേവികയും പ്രിയയും കൂടി ശരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഇനി ചെല്ലുന്നത്. ചെരുപ്പുമായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ശരത്തിൻ്റെ മുന്നിലേക്ക് ഈ ചെരുപ്പ് ഇട്ട് കൊടുത്തതോടുകൂടി വീണ്ടും ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ദേവികയോടും പ്രിയോടും ഇനി ഒരു ഭ്രാന്തനെ പോലെയാണ് കേട്ടോ ഇനി ശരത്ത് സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ പ്രിയയും ദേവിക അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.